നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്റ്റീസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു പോർച്ചുഗീസ് റെസിപ്പിയാണ് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. പോർക്ക് വിന്താലു ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് ഒരുപാട് പേരുകൾ അറിയപ്പെടുന്നുണ്ട്. കൊച്ചിക്കാരുടെ എരിയിറച്ചി എന്നും വിനാഗിരി ഇറച്ചി എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊരു പോർച്ചുഗീസ് റെസിപ്പി തന്നെയാണ്. നമുക്ക് ഒട്ടും താമസിക്കാതെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് പോർക്ക് വിന്താലുവാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പഴയ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതി തന്നെയാണ്. മുളക് പൊടിയൊന്നും ഉപയോഗിക്കാതെ നമ്മൾ കാശ്മീരി മുളക് അരച്ച് ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. 1.5 കിലോ പോർക്ക് എടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ പീസായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഇരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കണം. നമുക്ക് ആദ്യമായിട്ട് മിക്സിയുടെ പൊടിപ്പിക്കുന്ന ആ ജാറെടുത്തിട്ട് ഒരു 2-3 പട്ട അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 7-8 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഇതേപോലത്തെ കാശ്മീരി ചില്ലിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 12 എണ്ണം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ 3 ടേബിൾ സ്പൂൺ ഉപയോഗിക്കണം. മറന്നു പോരുത്, 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഉപയോഗിക്കേണ്ടത്. ഞാനിവിടെ കാശ്മീരി മുളകായതുകൊണ്ടാണ് 12 എണ്ണം ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. പണ്ട് പഴയ അമ്മച്ചിമാരൊക്കെ ഈ മുളകിൻ്റെ അകത്തെ കുരുവും കൂടെ കളഞ്ഞിട്ട് ഇതിൻ്റെ തൊലി മാത്രമേ ഉപയോഗിക്കുള്ളായിരുന്നു. ഇപ്പോൾ നമ്മൾ കുരു ഉൾപ്പെടെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ ഇട്ട ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമുക്ക് ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് മുരിങ്ങ ഉണ്ടല്ലോ, നമ്മുടെ മുരിങ്ങയ്ക്ക പിടിക്കുന്ന മുരിങ്ങയുടെ പട്ടയാണ്, അതിൻ്റെ തൊലിയാണ്. അത് ഒരു 2-3 ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കാം. നമുക്കൊരു വലിയ കഷ്ണം ഇഞ്ചി ഒരു 2-3 പീസായിട്ട് അരിഞ്ഞ് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1 കുടം വെളുത്തുള്ളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ സവാള കൊണ്ടാണ് ഞാൻ 2 എടുത്തേക്കുന്നത്. വലിയ സവാളയാണെങ്കിൽ 1 മതി. ഇത് നമുക്ക് 3-4 പീസായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള അരിഞ്ഞത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 നുള്ള് ജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് 1 ടേബിൾ സ്പൂൺ വേണ്ട, അതിനേക്കാൾ കുറച്ചെടുത്താൽ മതി. ഇത് നമ്മൾ 1/4 കപ്പ് വിനാഗിരി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് വിനാഗിരി നമ്മൾ അരച്ചെടുത്തിരിക്കണം. ഇത് നമ്മൾ പോർക്കിലേക്ക് പുരട്ടി നമ്മൾ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാൻ പോവാണ്. നമുക്ക് ഈ പോർക്ക് പീസുകളിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിനകത്ത് എണ്ണയോ വെള്ളമോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ പോർക്കിനകത്തുനിന്ന് ഇറങ്ങി വരുന്ന വെള്ളവും നമ്മൾ ഈ അരച്ചെടുത്ത ഈ സവാളയ്ക്കകത്ത് ഇഞ്ചിക്കകത്തൊക്കെ ഉള്ള വെള്ളവും വിനാഗിരിയും മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നുള്ളൂ. നമുക്ക് ഈ അരപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരപ്പെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പുതിനയിലയും മല്ലിയിലയും ഇച്ചിരി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ മിക്സിയുടെ ജാറിനകത്ത് ശകലം വെള്ളം ഒഴിച്ചിട്ട് അരപ്പെല്ലാം കൂടെ ഒന്ന് കഴുകിനകത്ത് ഒഴിക്കുന്നത്. നമ്മൾ ഈ കൈവെള്ളം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, വേറെ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല.
നമ്മളിതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ കുക്കറിൻ്റെ മൂടി കൊണ്ട് അടച്ച് നമുക്ക് ഒരു നന്നായിട്ട് വേവിച്ചെടുക്കാം. ബ്രോയിലർ പോർക്കായതുകൊണ്ട് 3-4 വിസിൽ കേൾപ്പിച്ചാൽ മതി. നാടൻ പോർക്കാണെങ്കിലേ ഉള്ളൂ കൂടുതൽ നേരം നമുക്ക് വേവിക്കേണ്ടത്. ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പോർക്ക് ഒരു 5 വിസിലൊക്കെ കേൾപ്പിച്ച് ഇരിക്കുകയാണ്. ഇതിൻ്റെ പ്രഷറെല്ലാം കളഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമുക്ക് നന്നായിട്ട് നമ്മുടെ പോർച്ചുഗീസ് റെസിപ്പി അടിപൊളിയായിട്ട് കണ്ടിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നു. നമുക്ക് ഇന്നത്തെ വെള്ളമൊന്നും ഒഴിക്കേണ്ടി വന്നില്ല. നമുക്കെല്ലാം ഒന്ന് ഇളക്കി നോക്കാം. കണ്ടോ, നന്നായിട്ട് നമ്മുടെ പോർക്ക് വിന്താലു അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കൊച്ചിക്കാരുടെ എരിയിറച്ചിയെന്നും വിനാഗിരി ഇറച്ചിയെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇത് പോർച്ചുഗീസ് റെസിപ്പി തന്നെയാണ്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ പോർക്ക് വിന്താലു നല്ല കിടുക്കാച്ചായിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല കളർഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ കളറാണ്, നല്ല മണവും. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിനെ കൊച്ചിക്കാരുടെ എരിവിറച്ചിയെന്നും വിനാഗിരി ഇറച്ചിയെന്നും ഒക്കെ പറയും. ഇതൊരു പോർച്ചുഗീസ് റെസിപ്പി തന്നെയാണ്. വളരെ ടേസ്റ്റുമാണ്. എല്ലാവരും ചെയ്തു നോക്കണം. ചൂടോടുകൂടി കപ്പയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ചൂടോടുകൂടി സെർവ് ചെയ്യുക. എല്ലാവരും ചെയ്തു നോക്കണം. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.